ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. റഹീം നാളെ നാട്ടിൽ വരികയാണെങ്കിൽ റഹീമും ഉമ്മയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കുമെന്ന്. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ബലിപെരുന്നാളിൻ്റെ സന്തോഷമുള്ള ആ ഒരു ദിവസം തന്നെ ഇരട്ടി സന്തോഷമാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്നത്. മാഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനയും സഹായവും പടച്ച റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് എത്ര പറഞ്ഞാലാണ് നമുക്ക് മതിയാവുക? എത്രമാത്രം കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അബ്ദുൽ റഹീമിൻ്റെ ബലിപെരുന്നാൾ നാട്ടിൽ ഉമ്മയോടൊപ്പം ആയിരിക്കുമെന്ന്. അത് നമ്മൾ ഇന്നലെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തതാണ്. അത് പടച്ച റബ്ബ് നമുക്ക് സാധിച്ചു തന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചു. 20 വർഷം ചെറിയ പ്രായത്തിൽ പോയതാ അങ്ങ് സൗദിയിൽ. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോയതാ. ആ മോൻ അവിടെ പെട്ടുപോയി. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഏതൊരു മലയാളികൾക്കും അബ്ദുൽ റഹീമിൻ്റെ കഥ, ആ ഒരു ചരിത്രം അറിയാവുന്നതാണ്. നമ്മുടെയൊക്കെ ഒരേ ഒരു ആകാംക്ഷ, 20 വർഷത്തിന് ശേഷം അബ്ദുൽ റഹീം നാട്ടിൽ വന്നാൽ ഉമ്മയുമായിട്ടുള്ള ആ ഒരു സമീപനം എങ്ങനെയായിരിക്കും? ആ 20 വർഷത്തിന് ശേഷം ആ ഉമ്മയും മകനും കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും ആ ഉമ്മയുടെ അവസ്ഥ? എന്തായിരിക്കും ആ മകൻ്റെ അവസ്ഥ? അത് കാണാൻ വേണ്ടിയാണ് ജനപ്രവാഹം അബ്ദുൽ റഹീമിൻ്റെ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. ആ ഉമ്മയും മകനുമായുള്ള സ്നേഹസംഗമം കാണാൻ എല്ലാവരും കൊതിച്ചിരിക്കുകയാണ്. ഒരുപാട് കരയുന്ന ആ ഉമ്മയെ നമ്മൾ കണ്ടതാണ്. പടച്ച റബ്ബ് ഇനിയുള്ള ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ മകനുമൊത്ത്. കുറേ നാൾ മുമ്പേ നമ്മളൊക്കെ കൈവിട്ടതാ. പൈസയും വാങ്ങി പറ്റിച്ചു എന്ന് വിചാരിച്ച് കൈവിട്ടുപോയതാ നമ്മളൊക്കെ. പടച്ച റബ്ബായിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ആ ഉമ്മയുടെ അരികിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആ ഉമ്മയുടെ പ്രാർത്ഥന എത്രമാത്രമായിരിക്കും? നോമ്പും നോറ്റുള്ള ആ ഒരു പ്രാർത്ഥന. കരഞ്ഞ് കരഞ്ഞ് കണ്ണിലെ വെള്ളം പറ്റിയ ആ ഉമ്മയുടെ കോലം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൂടെ. നെഞ്ചു പൊട്ടിപ്പോവുകയാണ്. ഞാൻ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നിങ്ങളുടെ ആരുടെയും സമയം കളയുന്നില്ല. ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, റഹീം നാളെ നാട്ടിൽ വരികയാണെങ്കിൽ റഹീമും ഉമ്മയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിക്കുമെന്ന്. കണ്ണ് നനയിച്ച ആ ഒരു രംഗം ഇതാ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതിനുവേണ്ടി ഒരുപാട് ആളുകളുടെ സഹായമുണ്ട്. പേരെടുത്ത് പറയാനൊന്നും നമുക്കാവില്ല. എല്ലാ മലയാളികളും മലയാളികളല്ലാത്തവരും ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പടച്ച റബ്ബിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയാണ്. അൽഹംദുലില്ലാ. ഈ ഒരു ബലിപെരുന്നാളിന് തന്നെ വെറും ഒരു തെറ്റിദ്ധാരണത്തിന്റെ പേരിൽ ബലിയാടായ ആ ഒരു മനുഷ്യൻ പടച്ച റബ്ബ് അവന് മുക്തി നൽകിയിരിക്കുകയാണ്, മാപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു നമുക്ക് ഈ വിവരം കിട്ടിയത്. വല്ലാത്തൊരു സന്തോഷമായിരുന്നു. 11:30 മണിയോടെ എക്സിറ്റ് വിസ നൽകുകയും ഫ്ലൈറ്റ് കയറുകയും ചെയ്തു. ആ ഒരു സെൽഫി നമുക്ക് ലഭിക്കുകയും ചെയ്തു. റഹീമിൻ്റെ കൂടെ സഹപ്രവർത്തകനും സുഹൃത്തുമായ സിദ്ദീഖ് തൂവരുമൊത്താണ് നാട്ടിലേക്ക് വന്നത്. കോഴിക്കോട് എയർപോർട്ടിൽ ഇന്ന് രാവിലെ 7-7:30 എത്തിയിട്ടുണ്ടാകും. എന്തെന്നായാലും ഏറെ സന്തോഷമായി. ഇന്ന് എല്ലാവർക്കും തിരക്ക് പിടിച്ച ദിവസമാണെന്നറിയാം. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.